ബംഗാളിലെ കോൺഗ്രസ് CPIM ബന്ധത്തെപ്പറ്റി പ്രചരിക്കുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്ന് CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി. അത്തരത്തിലുള്ള ഒരു ആലോചനയും ഇതുവരെ ഉണ്ടായിട്ടില്ല. ജനങ്ങളിലേക്ക് നേരിട്ട് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കാനാണ് പ്ലീനത്തിന്റെ തീരുമാനമെന്നും യെച്ചൂരി വ്യക്തമാക്കി. കൈരളി പീപ്പിളിന് അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിലാണ് യെച്ചൂരി നിലപാട് വ്യക്തമാക്കിയത്. സംഘടനാപരമായ ശക്തിപ്പെടലിന് സമഗ്ര രൂപരേഖ തയ്യാറാക്കിയാണ് CPMന്റെ കൊൽക്കത്ത പ്ലീനം സമാപിച്ചത്. പാർട്ടി ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ഇപ്പോൾ നമ്മോടൊപ്പമുണ്ട്. What are the major suggestions that arised in this plenum for revamping the party? The main thing in this plenum that has happened is that the party is rejuvenated now. The idea was to strengthen the party organization, so that we'll be able to meet the challenges of the present time. That job, we think the decisions have been taken. What is the constructive method the plenum suggests? That we should emerge as a revolutionary party with a mass line. That means from the leaders down to the cadre. Everybody should mingle with the masses. And we said very clearly, like fish takes to water, CPIM members should take to the people. Some speculation spreading that the CPM is going to be a poll alliance with Congress. Should comment. There we discuss nothing about that nature. The plenum is not the place and time where we discuss electoral alliances. All this is nonsense. There was no such discussion in the plenum. പാർട്ടിയെ സംഘടനാപരമായി ശക്തിപ്പെടുത്തുന്നതിനാവശ്യമായ ക്രിയാത്മക നിർദ്ദേശങ്ങളാണ് പ്ലീനത്തിൽ ഉയർന്നതെന്നാണ് പാർട്ടി ജനറൽ സെക്രട്ടറി പറഞ്ഞത്. കൊൽക്കത്തയിൽ നിന്നും ക്യാമറാമാൻ ശൈലേഷ് കല്ലായിക്കൊപ്പം M. സന്തോഷ്. പാർട്ടി കൂടുതൽ ബഹുജന ഐക്യം കൈക്കൊള്ളുമെന്ന് പോളിറ്റ് ബ്യൂറോ അംഗം S. രാമചന്ദ്രൻപിള്ള കൈരളി കൈരളി പീപ്പിൾ ടിവിയോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംഘടനയെ ശക്തിപ്പെടുത്തുന്നതിനാവശ്യമായ പുതിയ നിർദ്ദേശങ്ങളുമായി പ്ലീനത്തിന് സമാപനമായിരിക്കുകയാണ്. പാർട്ടി പോളിറ്റ് ബ്യൂറോ അംഗം S. രാമചന്ദ്രൻപിള്ള നമ്മോടൊപ്പമുണ്ട്. ഈ പ്ലീനം എങ്ങനെയാണ് പാർട്ടിയെ ശക്തിപ്പെടുത്തുക? ബഹുജനങ്ങളുടെ ഒരു ബഹുജന സമീപനം സ്വീകരിക്കാൻ പാർട്ടി തീരുമാനിച്ചു. ജനകീയ സമീപനം സ്വീകരിക്കാൻ. ആ നിലയിൽ വളരെ ശക്തിയായി ജനകീയ പ്രശ്നങ്ങളിൽ ഇടപെടാനും ജനകീയ സമരങ്ങൾ വളർത്തിക്കൊണ്ടുവരാനും ആ നിലയിൽ പാർട്ടിയാകെ ശക്തിപ്പെടുത്തുക, ആ പാർട്ടി ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെ ആകെ ശക്തിപ്പെടുത്തുക, എല്ലാ ഇടത് ജനാധിപത്യ ശക്തികളെയും ഒരുമിപ്പിച്ച് അണിനിരത്തുക. അതിനാവശ്യമായ കരുത്താർന്ന ഒരു പാർട്ടിയെ വളർത്തിക്കൊണ്ടുവരാനാണ് പ്ലീനം തീരുമാനിച്ചത്. സംഘടനാപരമായ എന്തൊക്കെ പുതിയ മാറ്റങ്ങളാണ് ഈ പ്ലീനം നിർദ്ദേശിക്കുന്നത്? അല്ല, സംഘടനാപരമായി ഒന്ന് ശക്തിമത്തായ ജനകീയ സമീപനം സ്വീകരിക്കുക, അതിന്റെ അടിസ്ഥാനത്തിൽ ജനകീയ സമരങ്ങൾ വളർത്തിക്കൊണ്ടുവരിക, ആ ജനകീയ സമരങ്ങളുടെ അടിസ്ഥാനത്തിൽ എല്ലാ ഇടതുപക്ഷ ജനാധിപത്യ ശക്തികളെയും ഒരു ബദൽ നയസമീപനത്തിന്റെ അടിസ്ഥാനത്തിൽ അണിനിരത്തുക. അതാണ് പാർട്ടിയുടെ ശക്തിപ്പെടുത്തുന്നതിലൂടെ ലക്ഷ്യം വച്ചിരിക്കുന്നത്. വർഗീയതയും പുത്തൻ സാമ്പത്തിക നയങ്ങളും ഉയർത്തുന്ന പുതിയ വെല്ലുവിളി നേരിടാൻ പാർട്ടിയെ സംഘടനാപരമായി ഈ പ്ലീനം ശക്തിപ്പെടുത്തുമെന്നാണ് S. രാമചന്ദ്രൻപിള്ള പറഞ്ഞത്. കൊൽക്കത്തയിൽ നിന്നും ക്യാമറാമാൻ ശൈലേഷ് കല്ലായിക്കൊപ്പം M. സന്തോഷ്. ജന അടിത്തറ വിപുലമാക്കി സംഘടന ശക്തിപ്പെടുത്താനുള്ള തീരുമാനവുമായി CPIM കൊൽക്കത്ത പ്ലീനം സമാപിച്ചു. ഘടകകക്ഷികളും കോൺഗ്രസും തമ്മിൽ നല്ല ബന്ധമെന്ന് KPCC പ്രസിഡന്റ് VM സുധീരൻ. സോണിയാഗാന്ധിയുടെ നിർദ്ദേശമനുസരിച്ച് മുന്നോട്ടു പോകുമെന്നും ഐക്യത്തിന് പോറലേൽപ്പിക്കുന്ന പ്രവർത്തനം അനുവദിക്കില്ലെന്നും സുധീരൻ വ്യക്തമാക്കി. ചെന്നിത്തലയുടേതെന്ന് പറയുന്ന കത്ത് ഒരു പ്രശ്നമല്ലെന്നും സുധീരൻ കൂട്ടിച്ചേർത്തു. ഗ്രൂപ്പ് വഴക്ക് രൂക്ഷമായ സാഹചര്യത്തിലും കോൺഗ്രസിനെതിരെ ഘടകകക്ഷികൾ സോണിയാഗാന്ധിയെ കണ്ട് പരാതി പറഞ്ഞ സാഹചര്യത്തിലുമായിരുന്നു നേതാക്കളുടെ ഒരുമിച്ചുള്ള വാർത്താ സമ്മേളനം. നേതൃത്വം ഒറ്റക്കെട്ടാണെന്ന പ്രതീതി അണികൾക്ക് നൽകുക എന്നതായിരുന്നു മൂവരുടെയും ലക്ഷ്യം. തെരഞ്ഞെടുപ്പിൽ UDF ഒറ്റക്കെട്ടായി നീങ്ങുമെന്ന് നേതാക്കൾ പറഞ്ഞു. സർക്കാരിനെ വിമർശിച്ച് താൻ ഹൈക്കമാൻഡിന് കത്തയച്ചിട്ടില്ലെന്ന് മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടിയായി ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കി. നിങ്ങൾ പറയുന്നത് എനിക്ക് പ്രവർത്തിക്കാൻ പറ്റത്തില്ല. ഞാൻ വളരെ വ്യക്തമാക്കാം, ഞാൻ കത്ത് എഴുതിയിട്ടില്ല. കത്ത് ആർക്ക് അയച്ചു എന്ന് പറയുന്നില്ല, ഹൈക്കമാൻഡിന് അയച്ചു എന്ന് പറഞ്ഞു. ഹൈക്കമാൻഡിന്റെ കേരളത്തിന്റെ ചാർജുള്ള ജനറൽ സെക്രട്ടറി മുകുൾ വാസ്നിക് തന്നെ പറഞ്ഞു അങ്ങനെ കത്ത് കിട്ടിയിട്ടില്ല. കത്തെവിടെ എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ ചോദ്യം. അതാ കത്ത് കാണിക്കുന്നേ, ഒന്ന് കാണിക്കുക. അതല്ല ഞാൻ ചോദിച്ചത്, ഹോം മിനിസ്റ്ററുടെ കത്തിനെ കുറിച്ച് ടിവിയിൽ വന്ന കത്തിനെ കുറിച്ച് നിങ്ങളുടെ പാർട്ടി നേതാക്കൾ തന്നെ പറഞ്ഞു കത്ത് അയച്ചിട്ടില്ല. പക്ഷെ അതിന്റെ അകത്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇതിപ്പോ ഇവിടെ കത്തിനെ കുറിച്ചാ, ഇവിടെ കത്തിനെ കുറിച്ചാണ്. ഒരു ഹോം മിനിസ്റ്ററുടെ കത്ത് ഫോർജ് ചെയ്തിട്ടും ഒരു അന്വേഷണം ആഭ്യന്തരമന്ത്രി തന്നെ നിഷേധിച്ച സാഹചര്യത്തിൽ കത്തിന് പ്രസക്തിയില്ലെന്ന് KPCC അധ്യക്ഷനും പറഞ്ഞു.
എങ്കിൽ കത്തയച്ചിട്ടില്ല എന്ന് ആരെക്കുറിച്ചാണോ പറയുന്നത്, അദ്ദേഹം കത്തയച്ചിട്ടില്ല എന്ന് പറയുന്നത് ഒരു കാരണവശാലും അവിശ്വസിക്കേണ്ട കാര്യമില്ല. മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ കത്തിനെക്കുറിച്ച് അന്വേഷിക്കാനാവില്ലെന്നും ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. പിണറായി വിജയനുമായി വ്യക്തിപരമായ പിണക്കമില്ലെന്ന് എം.പി. വീരേന്ദ്രകുമാർ. ജെ.ഡി.യു ഇടതുമുന്നണി വിട്ടത് രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ടാണെന്നും അദ്ദേഹം പറഞ്ഞു. ജെ.ഡി.യുവിന്റെ പ്രശ്നങ്ങൾ യു.ഡി.എഫ് നേതൃത്വത്തെ അറിയിച്ചെന്നും വീരേന്ദ്രകുമാർ വ്യക്തമാക്കി. ഞാനും പിണറായിയുമായിട്ട് സഹവത്സരങ്ങൾ ആരും സഹവദിച്ചിരിക്കുക. കാരണം ഞങ്ങൾ 10-11 മാസം ഒരേ സെല്ലിൽ കിടന്ന ആളുകളാണ്. പോളിറ്റിക്സ് ആണല്ലോ, അത് പോളിറ്റിക്സ് ഇഷ്യൂസ് അല്ലേ. പിണറായി വിജയനായിട്ട് പേഴ്സണലായിട്ട് എന്താ ഉള്ളത്? പേഴ്സണലായിട്ടൊന്നും. യു.ഡി.എഫിലെ തർക്കങ്ങൾ സംബന്ധിച്ച് മുസ്ലിം ലീഗിന്റെ നിലപാട് സോണിയാഗാന്ധിയെ അറിയിച്ചിട്ടുണ്ടെന്ന് കുഞ്ഞാലിക്കുട്ടി. മറ്റു പാർട്ടികളുടെ ആഭ്യന്തര പ്രശ്നത്തിൽ ലീഗ് ഇടപെടില്ലെന്നും കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കി. പാർട്ടികൾക്കകത്തും അതുപോലെ തന്നെ മുന്നണി ബന്ധത്തിലും നല്ല ഒരു ദൃഢത വരുത്താൻ വേണ്ടി ഹൈക്കമാൻഡ് ഇനീഷ്യേറ്റീവ് എടുക്കണം എന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു. അത് മാഡം സോണിയാഗാന്ധിയോട് ഞങ്ങൾ പറയുകയും ചെയ്തു. അതവർ നല്ല സ്പിരിറ്റിൽ എടുത്തു എന്നാണ് പിന്നീട് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അത്രയേ ഉള്ളൂ. ആ ഒരു കാര്യം മാത്രമേ ഞങ്ങൾ സംസാരിച്ചുള്ളൂ. പറയാനുള്ളത് ഇന്നലെ അവരോട് പറഞ്ഞു. അതിൽ അവരുടെ ഭാഗത്തുനിന്ന് ഒരു ക്രിയേറ്റീവായിട്ടുള്ള മൂവ് ഉണ്ട് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് ഇനി അഭിപ്രായ വ്യത്യാസത്തെക്കുറിച്ച് ഇപ്പോൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. പുതുവർഷം ആദ്യം പിറന്നത് ന്യൂസിലൻഡിലെ സമോവ ദ്വീപിലെ ജനങ്ങൾ 2016 സന്തോഷത്തോടെ വരവേറ്റു. പീപ്പിൾ ടിവിയും തൃശൂർ റീജൻസി ക്ലബ്ബും സംയുക്തമായി സംഘടിപ്പിക്കുന്ന പുതുവത്സര ആഘോഷ പരിപാടി ബിഗ് ബാങ്കിനായുള്ള ഫൈനൽ റിഹേഴ്സൽ പൂർത്തിയായി. നജീം അർഷാദ്, രഞ്ജിനി ജോസ്, ജുവൽ മേരി തുടങ്ങിയവർ മാറ്റുരയ്ക്കുന്ന പരിപാടിയുടെ തത്സമയ സംരക്ഷണം 9:30 മുതൽ പീപ്പിൾ ടിവിയിൽ കാണാം. കൈരളി പീപ്പിളും തൃശൂർ റീജൻസി ക്ലബ്ബും സംയുക്തമായാണ് പുതുവത്സര ആഘോഷ പരിപാടി സംഘടിപ്പിക്കുന്നത്. റീജൻസി ക്ലബ്ബിൽ നടക്കുന്ന പരിപാടിയിൽ ഗായകൻ നജീം അർഷാദ്, രഞ്ജിനി ജോസ്, ജുവൽ മേരി തുടങ്ങിയവർ മാറ്റുരയ്ക്കും. 100 കണക്കിന് കലാകാരന്മാർ അണിനിരക്കുന്ന ആഘോഷ പരിപാടിയുടെ ഫൈനൽ റിഹേഴ്സൽ പൂർത്തിയായി. താരനിരയ്ക്കൊപ്പം പ്രൊഫഷണൽ ഡാൻസർമാരും ചുവടുവെക്കുമ്പോൾ പുതുവത്സരാഘോഷ പരിപാടിക്ക് പകിട്ടേറും. ദിവസങ്ങളായി നടന്നു വന്ന റിഹേഴ്സലുകൾക്കൊടുവിലാണ് കലാകാരന്മാർ പരിപാടിക്കായി തയ്യാറെടുത്തിരിക്കുന്നത്. ആഘോഷ നൃത്ത സംഗീത വിരുന്നുകൾ സമന്വയിപ്പിച്ച പരിപാടി ഇന്ന് രാത്രി 9:30 മുതൽ 12:30 വരെ പീപ്പിൾ ടിവി തത്സമയം സംപ്രേഷണം ചെയ്യും. ന്യൂസ് ബ്യൂറോ, തൃശൂർ.